ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് വീട്ടിൽ പോത്തിൻ്റെ കുറച്ച് കാല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടിപൊളിയായിട്ട് കുരുമുളക് ഇട്ട് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ എന്താ വെച്ചാൽ ഇറച്ചിയൊക്കെ വേണമെങ്കിൽ നമ്മൾ ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ, അവർ വീട്ടിലെത്തിച്ചേരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൊന്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ അവരോട് ഞങ്ങൾ എല്ലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ എല്ലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ച്, ഉച്ചക്ക് ചോറിന് എന്ത് ചെയ്യുക, ഈ എല്ലും കുറച്ച് ഇതിലേക്ക് പൊന്തും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ബാക്കിയുള്ള പൊന്ത് രാത്രി കറിയും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതൊക്കെ ഇതാക്കുന്ന ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി കൂടുതലില്ല, ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എന്ത് ചെയ്യാണ്, കുക്കർ അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഉരുളിൻ്റെ ചട്ടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ ഇളക്കാനും സുഖമാണ്, അടി നല്ല കട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിലേക്കുള്ള ഒരു ഗ്രേവി തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനിതാ കുറച്ച് തക്കാളി, ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് എപ്പോഴും പറയുമ്പോൾ ഞാനിതാ കുറച്ച് ഉപ്പ് പെട്ടെന്ന് വാടാൻ വേണ്ടി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള റെസിപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുക, വെളിച്ചെണ്ണ ഉപയോഗിക്കുക കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക ഇതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിക്ക്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്ന് ഉള്ളി സോഫ്റ്റ് ആവുമല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇതാ ഇവിടെ പെട്ടെന്ന് തന്നെ അടച്ച് വെച്ചതും കൊണ്ട് പെട്ടെന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായി കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിച്ചപ്പാണ് കേട്ടോ. മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇത് ഒഴിവാക്കുക കേട്ടോ. ഇനി ഞാൻ കുറച്ച് നാടൻ കരിവേപ്പിലാണ്, അതിൻ്റെ ഇലയും കൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ മഞ്ഞളും കുരുമുളകും ഒക്കെ ചേർത്തതാണ്. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ കുറച്ച് മല്ലിപ്പൊടിയും, അതേപോലെ തന്നെ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കുറച്ച് ബീഫിൻ്റെ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയാണ്. ഇതൊക്കെ നമ്മൾ എരിവിനനുസരിച്ച് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുന്ന ഉള്ളിക്ക് അനുസരിച്ച് അതേപോലെ മസാലപ്പൊടികളും എരിവും ഒക്കെ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് കൊടുക്കുക. വല്ലപ്പോഴും ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പോത്തിൻ്റെ കാലൊക്കെ അവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് മുമ്പ് നമ്മുടെ ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമ്മൾ ഈ ഒരു ഗ്രേവിക്ക് കിട്ടുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിലിട്ടിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ ഇത് വറ്റിച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു കളറ് മാറി നല്ലൊരു കറുപ്പ് കളറ് വരാനുണ്ട്. ആ ഒരു സമയം വരെ നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം അത് ഇളക്കി കൊടുക്കുക. അടുക്കി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പം ഇതേപോലെ ഇളക്കുമ്പോൾ ഉള്ളിയൊക്കെ അടിയിൽ ഇങ്ങനെ ഊറിക്കെടുക്കുന്നുണ്ടാവും. ആ ഒരു സമയം നമ്മൾ എന്ത് ചെയ്യുക, ആ ഉള്ളിയൊക്കെ ഇതിലേക്ക് നന്നായിട്ട് വടിച്ച് ഇതിലേക്ക് കൂട്ടി കൊടുക്കുക. അങ്ങനെ കുറച്ച് സമയം ഇതേപോലെ വേവിച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അപ്പോഴാണ് ഈ ഒരു ഗ്രേവിക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഈ ഒരു റെസിപ്പി ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടോ തിരിഞ്ഞാൽ ഇത് അടി പിടിക്കാനൊക്കെ സാധ്യത ഉണ്ട്. ഉരുളിൻ്റെ ചട്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പെട്ടെന്ന് നമ്മൾ വെള്ളമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വറ്റി ഡ്രൈ ആയി വരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുക, നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ അത് ചെയ്യാൻ നോക്കുക. കുറച്ചും കൂടി കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഗ്രേവി ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ട് വറ്റിച്ചെടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ പോത്തുംകാൽ വരട്ടിയത് അവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ്, പത്തിരി, ചപ്പാത്തി, ബ്രെഡ്, പൊറോട്ട ഏതും ആകട്ടെ അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.